Day 3 of building my business. അപ്പോൾ ഏത് ബിസിനസ് ആണെങ്കിലും ഫസ്റ്റ് തിങ് ഈസ് ബിസിനസ് പ്ലാനിങ്. ബിസിനസ് പ്ലാനിങ് ചെയ്യാതെ നമുക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇനിഷ്യലി ഞാൻ ജുവൽ ഹണ്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒരു ബിസിനസ് പ്ലാനിങ്ങും ഇല്ലായിരുന്നു. എവിടുന്നോ കുറച്ച് ഫോട്ടോ എടുക്കും. അന്ന് ഫേസ്ബുക്ക് ആയിരുന്നു മെയിനായിട്ടും ഉള്ളത്. ലൈക്ക് 2013-14 കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. ഫേസ്ബുക്ക് ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കും. എന്നിട്ട് പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യും, വേ ക്യാൻ ഐ ഗെറ്റ് ദ ജ്വല്ലറി എന്ന് പറയും. ഇപ്പോൾ എന്തൊക്കെയോ കുറേ ഫോട്ടോ വരും. പിന്നെ ഈ നമ്മൾ ഇടുന്നവരുടെ തന്നെ എടുത്തിട്ട് നമ്മളൊരു സ്വന്തമായിട്ടൊരു പേജൊക്കെ ക്രിയേറ്റ് ചെയ്ത്, അപ്പം പേരിടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ യുണീക്ക് നെയിംസ് കണ്ടുപിടിക്കാൻ. അങ്ങനെയാണ് ഞാൻ ജുവൽ ഹണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതേ കണക്ക് കുറേ നാൾ, ഓൾമോസ്റ്റ് ഒരു 1.5-2 വർഷം ഞാൻ ഈ പരിപാടി ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നിന്ന് ഫോട്ടോ എടുക്കുക, അത് കഴിഞ്ഞ് അവരുടെയും തന്നെ സാധനം വാങ്ങിയിട്ട് മറിച്ച് വയ്ക്കുക. അപ്പോൾ അതിനകത്ത് എനിക്ക് ലാഭം കിട്ടുന്നത് 50 രൂപയും 20 രൂപയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും എന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എനിക്കിനി മാനുഫാക്ചറിനെ കണ്ടുപിടിക്കണം, കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ മെനക്കെട്ടിരുന്ന് മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് ആദ്യം ഒന്നും കിട്ടിയതുപോലുമില്ല. പിന്നെ കുറച്ച് ഹോൾസെയിലായിട്ട് തരുന്ന ആൾക്കാരെ കിട്ടി. പിന്നെ കുറേ നാൾ അവരുടെ ഗ്രൂപ്പിൽ കയറിയിട്ട് അവർ അയച്ചു തരുന്ന ഫോട്ടോ വെച്ച് കുറേ നാൾ സെല്ല് ചെയ്തു. എന്നാലും നമ്മൾ പറയുന്ന കണക്ക് ഭയങ്കര ഇതൊന്നും അല്ലായിരുന്നു ഇനിഷ്യലി. കാരണം എനിക്ക് പ്രോപ്പറായിട്ട് പ്ലാനിങ് ഇല്ലായിരുന്നു. ഞാൻ എങ്ങനെ, ഒരു സ്ട്രാറ്റജി ഇല്ലായിരുന്നു. ഞാൻ എങ്ങനെ വിൽക്കും, എവിടെ നിന്ന് എടുക്കും, എന്ത് കൊടുക്കും, എനിക്കൊന്നുമില്ല. ഞാൻ വാങ്ങുന്ന സാധനം എനിക്കെന്തെങ്കിലും ഒരു 50 രൂപ കിട്ടി, ഞാൻ അത് ചിലവാക്കി കളയും. അങ്ങനെയായിരുന്നു. പക്ഷേ ഇയേഴ്സ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇതൊന്നും ഇങ്ങനെ ചെയ്താൽ നടക്കത്തില്ല. അന്നും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും, നീ 1 രൂപ സ്പെൻഡ് ചെയ്താലും 1 രൂപ നിനക്ക് പ്രോഫിറ്റ് വന്നാലും ആ 1 രൂപ നീ നോട്ട് ചെയ്ത് വെക്കണമെന്ന്. പക്ഷേ ഞാൻ കേട്ടില്ല, ഞാൻ ചെയ്തില്ല. എൻ്റെ മടി കാരണമാണ് ഞാനത് ചെയ്യാതിരുന്നതും. പിന്നെ അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളൊരു തോട്ട് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. കാരണം എനിക്ക് അത്ര സെയിൽസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ ആവശ്യം എന്താണെന്ന്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഭയങ്കര മണ്ടത്തരമാണ് ഞാൻ ചെയ്തതും. പിന്നെ ഇത്രയും അബദ്ധങ്ങൾ പറ്റിയും ഇത്രയും മണ്ടത്തരം ചെയ്ത് വന്നതുകൊണ്ടും ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിന് ഇതൊന്നും വരാൻ പാടില്ല, ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ChatGPTയുടെ ഹെൽപ്പ് കൂടി. ഇപ്പം നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് തന്നെ ഫുൾ ഡീറ്റെയിൽസ് വരും എങ്ങനെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഒരു ബിസിനസ് പ്ലാനിങ്ങോടെ ചെയ്യണം എന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് സാധനം എടുക്കും, ഹോൾസെയിലറാണോ മാനുഫാക്ചറാണോ, പിന്നെ ആരാണ് എൻ്റെ കസ്റ്റമേഴ്സ്, ഞാൻ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെ ഞാനിതൊരു പ്ലാൻ ചെയ്യും, ബഡ്ജറ്റ് പ്ലാനിങ് എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതായിരുന്നു മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ടതും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ വേണം. ഇപ്പോൾ എന്നെപ്പോലെ സ്റ്റക്കായിട്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ട് ഉപകാരപ്പെടുവാണെങ്കിൽ